all, welcome back to our channel. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയോഫേജിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സൈക്കിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെ പറയുന്ന പേരാണ് എന്ത്? ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയോഫേജ് മൾട്ടിപ്ലിക്കേഷൻ സൈക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഗ്രൂപ്പായിട്ട് ബാക്ടീരിയോഫേജിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലൈറ്റിക് ഫേജും ഒന്ന് ലൈസോജനിക് ഫേജും. ഈ ലൈറ്റിക് ഫേജിനെയാണ് നമ്മൾ വിറുലൻ്റ് ഫേജസ് എന്ന് പറയുന്നത്. അതേപോലെ ലൈസോജനിക് ഫേജിനെ നമ്മൾ നോൺ വിറുലൻ്റ് അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഫേജസ് എന്നും പറയാറുണ്ട്. ഈ ലൈറ്റിക് ഫേജസ് സ്വാഭാവികമായിട്ടും ഏത് സൈക്കിളായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക? ഏത് മൾട്ടിപ്ലിക്കേഷൻ സൈക്കിളാവും ഫോളോ ചെയ്യുന്നുണ്ടാവുക? ലൈറ്റിക് സൈക്കിളായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ലൈസോജനിക് ഫേജസ് ലൈസോജനിക് സൈക്കിളായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ലൈറ്റിക് സൈക്കിളിൽ വൈറസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് ഹോസ്റ്റ് ബാക്ടീരിയത്തിനെ ലൈസിസ് ചെയ്തിട്ടാണ് പുതിയ വൈറസ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നത്. അതായത് ആ ഒരു ബാക്ടീരിയൽ സെല്ലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈറസ് പാർട്ടിക്കിൾ മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തേക്ക് വരുന്നത്, പുതിയ വൈറസ് പാർട്ടിക്കിൾ. എന്നാൽ ലൈസോജനിക് സൈക്കിളിൽ അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ബാക്ടീരിയനെ ലൈസിസ് ചെയ്യുന്നില്ല, ബാക്ടീരിയനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയാണ് ലൈസോജനിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ലൈറ്റിക് സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റിക് സൈക്കിൾ ഒക്കർ ചെയ്യുന്നത് T സീരീസ് ഫേജസിലാണ് ലൈറ്റിക് സൈക്കിൾ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഈക്കോളൈനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയോഫേജിലാണ് എന്ത്? ലൈറ്റിക് സൈക്കിൾ കാണുന്നത്. ഇതിൻ്റെ ഓരോ സീക്വൻസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ഒരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് എന്ത്? ഈ ലൈറ്റിക് സൈക്കിളിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബാക്ടീരിയേൻ്റെ വാളിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസപ്റ്റർ സൈറ്റ് ഉണ്ടാവും. അവിടെ ഈ ഫേജ് എന്ത് ചെയ്യും? അഡ്സോർബ് ചെയ്യും, പറ്റിപ്പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്തിൻ്റെ സഹായത്തോടെ? നമ്മുടെ ടെയിൽ ഫൈബറിൻ്റെയും ബേസൽ പ്ലേറ്റിൻ്റെയും സഹായത്തോടെ ഈ റിസപ്റ്റർ സൈറ്റിൽ നമ്മുടെ ഫേജ് പറ്റിപ്പിടിച്ചിരിക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, എന്ത്? അഡ്സോർപ്ഷൻ. ഇനി അടുത്തതാണ് എന്ത്? ഇഞ്ചക്ഷൻ ഓർ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്മോൾ ഫൈബേഴ്സ് ഒക്കെ ഉണ്ട്. ബേസൽ പ്ലേറ്റിൽ സ്മോൾ ഫൈബേഴ്സ് ഉണ്ട്, എന്താ? ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്പൈക്ക് ഉണ്ട്. ആ സ്പൈക്ക് എന്ത് ചെയ്യും? ഈ ഫേജിനെ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്നിട്ട് എൻസൈം ആക്ഷൻ വഴി ആ ബാക്ടീരിയേൻ്റെ വാളിൽ ഒരു പോറ് സൃഷ്ടിക്കും, ഒരു സുഷിരം ഉണ്ടാക്കും ഈ ബാക്ടീരിയേൻ്റെ വാളിൽ. അതായത് ഈ വൈറസിൻ്റെ DNA ഇതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബാക്ടീരിയൽ സെൽ വാളിൽ ഒരു സുഷിരം ഉണ്ടാക്കും. എന്തെങ്കിലും എൻസൈം ആക്ഷൻ വഴി ഒരു സുഷിരം ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റൈൽ ഷീത്ത് കൊണ്ടാണ് നമ്മുടെ ടെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കോൺട്രാക്റ്റൈൽ ആക്ഷൻ വഴി നമ്മുടെ ഹോളോ സെൻട്രൽ ട്യൂബിലൂടെ എന്ത് ചെയ്യും? ഈ DNA എന്ന് പറയുന്നത് ഈ ബാക്ടീരിയേൻ്റെ വാളിലൂടെ ഉള്ളിലേക്ക് കയറും, പെനിട്രേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ DNA ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇഞ്ചക്റ്റഡ് ആവും. ഓക്കെ, ഇനി നടക്കുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പോൾ നമ്മുടെ വൈറസിൻ്റെ DNA ബാക്ടീരിയയിൽ എത്തിക്കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് പണി തുടങ്ങും. എന്ത് ചെയ്യും? DNA എന്ത് ചെയ്യും? അവിടുത്തെ കൺട്രോൾ അങ്ങോട്ട് ഏറ്റെടുക്കും. പ്രോട്ടീൻ സിന്തറ്റിക് മെക്കാനിസത്തിൻ്റെ കൺട്രോൾ അങ്ങോട്ട് ഏറ്റെടുക്കും. ബാക്ടീരിയേൻ്റെ ആ കൺട്രോൾ മെക്കാനിസം എന്ത് ചെയ്യും? ഈ വൈറസ് DNA ഏറ്റെടുക്കും. എന്നിട്ട് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നിട്ട് എന്ത് സംഭവിക്കും? വൈറൽ മെസഞ്ചർ RNAs, വൈറൽ പ്രോട്ടീൻസ്, ഈ വൈറസിൻ്റെ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള വൈറൽ മെസഞ്ചർ RNAസും വൈറൽ പ്രോട്ടീൻസും ഒക്കെ ഉണ്ടാക്കും. ചില പ്രോട്ടീൻസ് എന്താണ്?
എൻസൈംസ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള വൈറൽ DNA സിന്തസിസിന് വേണ്ടിയിട്ടുള്ള എൻസൈം ആണ്. ചിലത് കോഡ് പ്രോട്ടീൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നിട്ട് വൈറൽ മെസ്സഞ്ചർ RNAയും വൈറൽ പ്രോട്ടീൻസും ഉണ്ടാക്കും. ഈ വൈറൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്? ചിലത് എൻസൈം ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള ഈ വൈറസിന്റെ DNA സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമുകളായിരിക്കും ചില പ്രോട്ടീൻസ്. ചിലത് എന്തായിരിക്കും? പ്രോട്ടീൻ കോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. DNA എന്ന് പറയുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്? ക്യാപ്സിഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ കോട്ടിന്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ പാർട്ടുകളും ഉണ്ടാക്കണ്ടേ? അതിന് വേണ്ട എൻസൈംസും എന്തിൻ്റെ സഹായത്തോടെ? ഈ ഹോസ്റ്റ് സെല്ലിന്റെ പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറിയുടെ സഹായത്തോടെ അതിന്റെ കൺട്രോൾ ഏറ്റെടുത്തിട്ട്, പിന്നെ ബാക്ടീരിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്ടീരിയന്റെ പ്രോട്ടീൻ ഒന്നും ഉണ്ടാക്കാനുള്ള അവസരം ആര് കൊടുക്കില്ല? ഈ വൈറസ് കൊടുക്കില്ല. വൈറസ് അതിന്റെ ആധിപത്യം സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്യും? അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ് ഉണ്ടാക്കും. പിന്നെ വരുന്നത് എന്താണ്? ജീനോം സിന്തസിസ് ആണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കി, അതിനുശേഷം എന്താണ്? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എൻസൈംസ്. അതിലെ എൻസൈംസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ DNA സിന്തസൈസ് ചെയ്യാനുള്ള എൻസൈംസ് ഉണ്ട്. പിന്നെ കോട്ട് ഫോം ചെയ്യാനുള്ള എൻസൈംസ് ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ. ഇനി അടുത്തത് എന്താണ്? ജീനോം സിന്തസിസ് ആണ്. ജീനോം സിന്തസിസിൽ എന്താണ് ചെയ്യുന്നത്? ഈ വൈറൽ DNA റെപ്ലിക്കേഷൻ നടക്കും. വൈറൽ DNA റെപ്ലിക്കേഷൻ നടന്നിട്ട് പല കോപ്പികൾ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫേജ് പ്രോജനീനെ, പുതിയ ഫേജിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കോപ്പി DNAs ആരുണ്ടാക്കും? ഈ വൈറൽ DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഉണ്ടാവും. ഓക്കെ. പിന്നെ എന്താ നടക്കുന്നത്? മെച്ചുറേഷൻ ആണ് നടക്കുന്നത്. മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജീനോം എന്ത് ചെയ്യും? മെച്ചുറേഷൻ ആൻഡ് റിലീസ് ആണ് അടുത്തത്. ഈ ജീനോം എന്ത് ചെയ്യും? ഇപ്പൊ കുറെ വൈറൽ ജീനോംസ് ഉണ്ടാക്കിയല്ലോ, അതായത് ഒരുപാട് വൈറസിന്റെ DNAകൾ ഉണ്ടാക്കിയില്ലേ, അതിനെ പ്രോട്ടീൻ വെച്ച് കോട്ട് ചെയ്തിട്ട് മെച്ചുവർ ഫേജസ് ആക്കി മാറ്റും. ഒരു സർട്ടൺ സ്റ്റേജിൽ എന്ത് ചെയ്യും? ആ ബാക്ടീരിയനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ മെച്ചുവർ ആയിട്ടുള്ള ഫേജസിനെ ലിബറേറ്റ് ചെയ്യും. അതായത് ആ ബാക്ടീരിയൽ സെല്ല് പൊട്ടിച്ചിട്ട് മെച്ചുവർ ആയിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയോ ഫേജ് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയാം സ്റ്റെപ്പുകൾ. ആദ്യം നമ്മൾ ജസ്റ്റ് അഡ്സോർപ്ഷൻ, ആ ഒരു ഫേജ് വന്നിട്ട് എന്താണ്? ഇൻഫെക്റ്റ് ചെയ്യും, റിസപ്റ്റർ സൈറ്റിൽ അഡ്സോർബ് ചെയ്യും. അഡ്സോർപ്ഷൻ ആദ്യത്തത്. പിന്നെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വൈറസിൻ്റെ DNA, അതായത് ബാക്ടീരിയോഫേജിൻ്റെ DNA നമ്മുടെ ബാക്ടീരിയൽ വാളിൽ ഒരു പോർ ഉണ്ടാക്കിയിട്ട് എന്തിലൂടെ വരും? ആ ഒരു ഹോളോ ട്യൂബിലൂടെ ഇഞ്ചക്ട് ചെയ്തിട്ട് ബാക്ടീരിയൻ്റെ സെല്ലിലേക്ക് വരും. സെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ പണി തുടങ്ങും. എന്ത് ചെയ്യും? ആ പ്രോട്ടീൻ സിന്തസിസ് മെക്കാനിസം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അവൻ സ്വന്തമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കും. വൈറൽ പ്രോട്ടീൻസ്, വൈറൽ മെസ്സഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. വൈറൽ മെസ്സഞ്ചർ RNAസും ഒക്കെ ഉണ്ടാക്കും. അതിനുശേഷം എന്താണ്? ഈ പ്രോട്ടീൻസിന് എന്തുണ്ട്? എൻസൈംസ് ഉണ്ട്. DNA സിന്തസൈസ് ചെയ്യാനുള്ള എൻസൈമും പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കാനുള്ള എൻസൈംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സിന്തസൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ജീനോമാണ് സിന്തസൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വൈറൽ DNA എന്ത് ചെയ്യും? റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് കുറേ DNAs ഫോം ചെയ്യും. ആ DNAs എന്ത് സംഭവിക്കും? മെച്ചുവർ ആവും. എങ്ങനെ? പ്രോട്ടീൻ കോട്ട് കൊണ്ടൊക്കെ കോട്ട് ചെയ്തിട്ട് ആ ഒരു ജീനോംസിന് ചുറ്റും പ്രോട്ടീൻ കോട്ട് ഉണ്ടായിട്ട് ആ ഒരു മെച്ചുവർ ഫേജ് ആയിട്ട് മാറും. എന്നിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എന്ത് ചെയ്യും? ആ ഒരു ബാക്ടീരിയ സെല്ലിനെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യും? ഇതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. അടുത്ത ബാക്ടീരിയനെ തേടിപ്പോകും. ആ ബാക്ടീരിയനും ഇതേപോലെ ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ബാക്ടീരിയോ ഫേജ് വന്നിട്ട്, നമ്മുടെ ബാക്ടീരിയ ഇതാണ്, ബാക്ടീരിയോ ഫേജ് ഇതാ മേലെ കാണുന്നുണ്ട്. ബാക്ടീരിയോ ഫേജ്, അതിൻ്റെ ഹെഡ്, അതിൻ്റെ ബേസൽ പ്ലേറ്റും ടെയിൽ ഫൈബേഴ്സും യൂസ് ചെയ്തിട്ട് അവിടെ അഡ്സോർപ്ഷൻ നടന്നു. അഡ്സോർപ്ഷൻ എവിടെയാണ്? റിസപ്റ്റർ സൈറ്റിലാണ് അഡ്സോർപ്ഷൻ നടക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ DNA ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്തു, ബാക്ടീരിയൻ്റെ സെല്ലിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. അപ്പോൾ ബാക്ടീരിയൻ്റെ സെല്ലിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇതിൻ്റെ DNA അങ്ങ്
ഡീഗ്രേഡ് ചെയ്യും. ഈ ഫേജ് DNA എന്ത് ചെയ്യും? ഈ ബാക്ടീരിയൻ്റെ DNA ഡീഗ്രേഡ് ചെയ്തിട്ട് ഫേജ് DNA ആ പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ തുടങ്ങും. ആ പ്രോട്ടീൻ സിന്തസിസ് മെക്കാനിസം എടുത്തിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടത്തും. എൻസൈംസ് ഉണ്ടാക്കും. അതിൽ പ്രോട്ടീൻ കോഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനുശേഷം എന്താണ്, നമ്മുടെ വൈറൽ DNA എന്താണ്, റെപ്ലിക്കേറ്റ് ചെയ്യും. അതിനുശേഷം മെച്ചുറേഷൻ നടക്കും. മെച്ചുറേഷൻ നടന്നാൽ റാപ്പിംഗ്, അതായത് പ്രോട്ടീൻ കോട്ട് കോട്ട് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മെച്ചുവർ ബാക്ടീരിയോ ഫേജ് ആയിട്ട് മാറും. അത് പിന്നീട് എന്ത് ചെയ്യും, ആ ബാക്ടീരിയൻ്റെ സെല്ലിനെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരും. അപ്പം നിങ്ങൾ ഈ ഒരു ഫിഗർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്കോർ, നമ്മൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താ, പിക്ചറിലൂടെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് തോന്നും. അപ്പോൾ എന്ത് ചെയ്യാം, പിക്ചറിലൂടെ കാണിക്കാം എന്ന് കരുതിയിട്ട് പിക്ചർ വരച്ചത് തെറ്റാവരുത്, ഇതേപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ. ഇനി ലൈസോജെനിക് സൈക്കിളിലേക്ക് വരാം. ലൈസോജെനിക് ശരിക്ക് ലാംഡ ഫേജസിലാണ് ഒക്കർ ചെയ്യുന്നത്. ലൈസോജെനിക് സൈക്കിൾ നമ്മൾ മറ്റേത് പറഞ്ഞു, അത് T സീരീസിലാണ് ഒക്കർ ചെയ്യുന്നത്. ഇത് ലാംഡ ഫേജ് ആണ്. ലാംഡ ഫേജ് ഇതുപോലെ ഈക്കോളൈനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ബാക്ടീരിയോ ഫേജ് ആണ്. ഈ ലൈസോജെനിക് സൈക്കിളിൽ ഉള്ള ഫേജസ് നമ്മൾ ടെമ്പറേറ്റ് ഫേജസ് എന്നാണ് പറയുക. ആ ഒരു ഹോസ്റ്റ് ബാക്ടീരിയനെ നമ്മൾ എന്താ പറയുന്നത്, ലൈസോജൻസ് അല്ലെങ്കിൽ ലൈസോജനിക് സ്ട്രെയിൻ ആണ്. അതായത് ഈ ടെമ്പറേറ്റ് ഫേജ് ഇൻഫെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഹോസ്റ്റ് ബാക്ടീരിയനെ നമ്മൾ ലൈസോജൻസ് അല്ലെങ്കിൽ ലൈസോജനിക് സ്ട്രെയിൻസ് എന്നാണ് പറയുക. അതായത് നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ കാരണം ലൈസോജൻസ് ആവുന്നതിനെയാണ് നമ്മൾ ലൈസോജനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ലൈസോജൻസ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയൻ്റെ ആ ലൈസോജനിക് സൈക്കിൾ നടക്കുന്ന ആ ഒരു ബാക്ടീരിയോ ഫേജിൻ്റെ ലൈസോജനിക് സൈക്കിൾ നടക്കുന്ന ആ ഒരു ബാക്ടീരിയനെ പറയുന്ന പേരാണ് ലൈസോജൻസ്. അതായത് നോർമൽ ബാക്ടീരിയ എന്തായിട്ടുണ്ട്, വൈറൽ ഇൻഫെക്ഷൻ വഴി ലൈസോജൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനെയാണ് ലൈസോജനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ക്ലോസ് അസോസിയേഷൻ ബിറ്റ്വീൻ ബാക്ടീരിയൽ ജീനോമിൻ്റെയും വൈറൽ ജീനോമിൻ്റെയും ഒരു ക്ലോസ് അസോസിയേഷൻ നടക്കുന്നുണ്ട് ലൈസോജനിക് സൈക്കിളിൽ. അതിന് പറയുന്ന പേരാണ് എന്താ, ലൈസോജനി എന്ന് ഉള്ള പേര്. ഇതിൽ ഹോസ്റ്റ് സെല്ലിന് എന്ത് ചെയ്യുന്നില്ല, ലൈസിസ് നടത്തുക, അതായത് ഹോസ്റ്റിൻ്റെ സെല്ലിനെ പൊട്ടിക്കുന്നില്ല. പക്ഷെ എന്താണ്, അതുപോലെ വൈറസിൻ്റെ പാർട്ടിക്കിൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ലൈറ്റിക്കിൽ പറഞ്ഞു, അയാൾ കയറിയ പാടെ എന്ത് ചെയ്യും, ആ ബാക്ടീരിയൻ്റെ DNA നശിപ്പിച്ചിട്ട് പ്രോട്ടീൻ സിന്തസിസ് മെഷീനറി എടുത്തിട്ട് അയാൾ സ്വയം അയാളുടെ എന്താണ് വൈറൽ എൻസൈംസും കാര്യങ്ങളൊക്കെ സിന്തസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിലെന്താണ്, വൈറസ് പാർട്ടിക്കിളൊന്നും സിന്തസൈസ് ചെയ്യുന്നില്ല, ഹോസ്റ്റ് സെല്ലിനെ ബ്രേക്ക് ചെയ്യുന്നുമില്ല. ഇവിടെ ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഇവർ തമ്മിൽ ഉണ്ടാവുന്നത്. അതിന് പറയുന്ന പേരാണ് ലൈസോജനിക് സ്റ്റേജ്. ഇവിടെ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ഫേജും ബാക്ടീരിയയും തമ്മിലുള്ളത് ലൈസോജനിക് സൈക്കിളിൽ. അതിന് പറയുന്ന പേരാണ് എന്ത്, ലൈസോജനിക് സ്റ്റേജ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മുടെ DNA എന്താണ്, DNA ഫേജ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ അഡ്സോർപ്ഷൻ ചെയ്യും, ഇഞ്ചക്ഷൻ ചെയ്യും. ആദ്യത്തെ ലൈറ്റിക് സൈക്കിളിലെ പോലെ തന്നെ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിസപ്റ്റീവ് സൈറ്റിൽ എന്താണ് അഡ്സോർബ് ആകും. നമ്മുടെ ബാക്ടീരിയോ ഫേജ് എന്തിൻ്റെ സഹായത്തിലൂടെ, ടെയിൽ ഫൈബേഴ്സിൻ്റെയും ബേസൽ പ്ലേറ്റിൻ്റെയും സഹായത്തോടെ. പിന്നെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വൈറൽ DNA എന്ത് ചെയ്യും, ഹോസ്റ്റ് സെല്ല് അല്ലെങ്കിൽ ബാക്ടീരിയത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും. എന്തിൻ്റെ സഹായത്തോടെ, കോൺട്രാക്റ്റിൽ ഷീറ്റിൻ്റെയൊക്കെ സഹായത്തോടെ ഇഞ്ചക്റ്റ് ചെയ്യും. ഒരു പോർ ഉണ്ടാക്കിയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യും. അതിനുശേഷമുള്ള ഭാഗത്തു നിന്നാണ് എന്ത്, ലൈസോജനിക്കും ലൈറ്റിക്കും തമ്മിൽ വ്യത്യസ്തമാവുന്നത്. ഇത് ഹോസ്റ്റിൻ്റെ സെല്ലിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറി ആണ് ആരെടുത്തിരുന്നത്, ലൈറ്റിക് സൈക്കിളിലെ ലൈറ്റിക് ഫേജസ് എടുത്തിരുന്നത്. എന്നാൽ ഇതെന്താണ്, പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറിൻ്റെ കൺട്രോൾ എടുക്കത്തില്ല. അതിന് പകരം എന്ത് ചെയ്യും, ബാക്ടീരിയൽ ജീനോമായിട്ട് അങ്ങോട്ട് ഇൻ്റഗ്രേറ്റഡ് ആവും. ബാക്ടീരിയൽ ജീനോമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞാൽ the viral genome
ഇൻ ദിസ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റേറ്റ്, ഈ ഇൻ്റഗ്രേറ്റഡ് സ്റ്റേജിന് നമ്മൾ പ്രോഫേജ് എന്നാണ് പറയുക. പ്രോഫേജ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ജീനോമാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ വൈറൽ DNA ബാക്ടീരിയൽ DNA കൂടി എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും. ഒരു ഒറ്റ ഡോട്ടർ ജീനോമായിട്ട് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യും. അതിൻ്റെ ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് ഒറ്റ ജീനോമായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഹൈബ്രിഡ് ജീനോം എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഈ ബാക്ടീരിയേൻ്റെ ജീനോമ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ വൈറൽ ജീനോമും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് കുറേ ലൈസോജനിക് ബാക്ടീരിയേൻ്റെ പ്രോജനീസിൻ്റെ ഉണ്ടാകും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ അസോസിയേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറൽ ജീനോം എന്താണ്, ബാക്ടീരിയേൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് റിലീസ്ഡ് ആവും. ഈ ഒരു ഡിസോസിയേഷനെ പറയുന്ന പേരാണ് എന്ത്, ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്നാണ് ഈ ഡിസോസിയേഷന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഫാക്ടർ കാരണം എന്താണ്, ഇവർ തമ്മിലുള്ള ആ ഒരു അസോസിയേഷൻ, ആ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ വൈറൽ ജീനോം ബാക്ടീരിയൽ സൈറ്റോപ്ലാസത്തിലേക്ക് റിലീസ്ഡ് ആവും. പിന്നെ ഇയാൾ ആരെ പണിയാണ് ചെയ്യുക, നമ്മളെ ലൈറ്റിക് സൈക്കിളിലുള്ള പോലെ എന്ത് ചെയ്യും, അത് ലൈറ്റിക് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും ആ ജീനോം. എന്നിട്ട് മെച്യൂർ ആയിട്ടുള്ള ടെമ്പറേറ്റ് ഫേജസ് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും, ബാക്ടീരിയൽ സെല്ലിൻ്റെ ലൈസിസ് സംഭവിക്കും. ഈ ഇൻഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആർട്ടിഫിഷ്യലി അൾട്രാ വയലറ്റ് ലൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അസോസിയേഷൻ എന്ത് ചെയ്യാം, നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ അസോസിയേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജീനോം എന്ത് ചെയ്യും, ഈ വൈറൽ ജീനോം ലൈറ്റിക് സൈക്കിളിലേക്ക് കടക്കും. എന്നിട്ട് മെഷീനറി എടുത്തിട്ട് എന്ത് ചെയ്യും, പുതിയ വൈറൽ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ബാക്ടീരിയേൻ്റെ ലൈസിസ് സംഭവിക്കും. ഓക്കെ, ഇതാണ് ലൈസോജനിക് സൈക്കിള്. നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യം എന്താണ്, അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ആണ്. ഇഞ്ചക്ഷനിൽ വൈറൽ DNA ഇങ്ങോട്ട് കയറി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ബാക്ടീരിയൽ DNAയും വൈറൽ DNAയും കൂടി ചേർന്നു. ഇവിടെ ചേർന്നിട്ട് എന്തായി, പ്രോഫേജ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ജീനോമായി മാറി. എന്നിട്ട് ഇതെന്ത് സംഭവിക്കും, ലൈസോജനിക് സൈക്കിള് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതായത് കുറേ എണ്ണം ഇങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും ഒരു ഇൻഡക്ഷൻ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം, എക്സ്റ്റേണൽ പ്രഷർ കാരണം ഇവരെന്ത് ചെയ്യും, ബാക്ടീരിയലും വൈറൽ ജീനോമും രണ്ടും വേറെ വേറെ ആവും. അതിനുശേഷം അതെന്ത് ചെയ്യും, ലൈറ്റിക് സൈക്കിളിലേക്ക് പോകും. എന്നിട്ട് ആ ഒരു ബാക്ടീരിയനെ ബ്രേക്ക് ചെയ്തിട്ട്, ബാക്ടീരിയ സെൽ ബ്രേക്ക് ചെയ്തിട്ട് കുറേ ഫേജസ്, ലാംഡ ഫേജസ് ഉണ്ടാവും. ഈ ഒരു പിക്ചറും ഓർത്ത് വയ്ക്കാം. അപ്പോൾ രണ്ട് ലൈറ്റിക് സ്റ്റേജും ലൈസോജനിക് സ്റ്റേജും, ഒന്നിൽ എന്താണ്, ബാക്ടീരിയൻ്റെ ലൈസിസ് നടക്കുന്നുണ്ട് ആദ്യം തന്നെ നടക്കും. പിന്നെ ലൈസോജനിക് ആകുമ്പം അതൊരു ഡോർമെൻ്റ്, ഒരു സിംബയോട്ടിക് അസോസിയേഷനിൽ ഇങ്ങനെ കുറേ പോയിട്ട് പിന്നീട് അതെന്ത് ചെയ്യും, ലൈറ്റിക് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലൈറ്റിക് സൈക്കിൾ, ലൈസോജനിക് സൈക്കിൾ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.